എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ, ഒരു ഏറ്റവും ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവരാണോ? ഒരാളൊന്ന് മുഖത്ത് നോക്കി ചിരിച്ചില്ല എങ്കിൽ, ഒരാളൊന്ന് മോശമായി പെരുമാറിയാൽ, നാം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എങ്കിലൊക്കെ നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ആ സങ്കടം നിലനിൽക്കുന്നവരാവും. അതിന്റെ പേരിൽ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നവരാണോ? ഈ ഡിപ്രഷൻ, ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള കാര്യമല്ല, മനുഷ്യർക്കെല്ലാം ഉള്ള കാര്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം, WHO കണക്ക് പ്രകാരം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡിപ്രഷനുള്ള, സങ്കടമുള്ള, ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുള്ളത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇത് നമുക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. മനുഷ്യരായ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. അവരെല്ലാം കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചതിനെ മറികടക്കുന്നതാണ്. ഈ സങ്കടത്തെ, ഡിപ്രഷനെ, ടെൻഷനെ മറികടക്കാൻ കഴിയുന്ന കുറച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, അതിലൂടെ മനസ്സിന് കരുത്തു പകർന്നുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ, മാറ്റം വരുത്താൻ സഹായിക്കുന്ന കുറച്ചു കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത്. അതിന്റെ തുടർച്ച എന്നോണം മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉന്മേഷത്തോടെ, ഉഷാറോടെ, നല്ല പോസിറ്റീവായി നിലനിൽക്കാൻ സഹായിക്കുന്ന ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ നമുക്കും കരുത്തുറ്റ നല്ല ഒരു മനസ്സ് നേടാൻ കഴിയും, ഒരു കരുത്തുറ്റ ജീവിതം മുന്നോട്ട് വെക്കാൻ കഴിയും. അതിൽ ഒന്നാമതായി നാം ആലോചിക്കേണ്ടത്, നമുക്കൊരു സങ്കടം വരുമ്പോൾ, ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഈ പ്രയാസം, സങ്കടം എനിക്ക് എത്രത്തോളം കാലം നിലനിൽക്കും എന്ന് നാം ആലോചിക്കുക. ഒരു പക്ഷേ ആ ഒരു നിമിഷം കവർ ചെയ്യുമ്പോഴേക്ക് തീരേണ്ട പ്രശ്നമായിരിക്കും അത്. അതിനെക്കുറിച്ചായിരിക്കും നാം ആലോചിച്ച്, പ്രയാസപ്പെട്ട്, ചിന്തിച്ച് അങ്ങനെ കാലം കഴിക്കുന്നത്. ഒരു വേള ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വലിയ സംഘടനകൾ ഉണ്ടാകുകയും ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോലും തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു സങ്കടം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ നാം ആലോചിക്കേണ്ടത് ഇതിന്റെ കാലയളവ് എത്രയായിരിക്കും. ഒരാഴ്ച കാലം പോലും നീണ്ടു നിൽക്കാത്ത പ്രശ്നങ്ങളായിരിക്കും മഹാഭൂരിപക്ഷം. അതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് കാര്യം? ആ പ്രശ്നം അവിടെ തന്നെ ഉപേക്ഷിക്കാൻ, ആ പ്രശ്നത്തെ അത് സംഭവിച്ചു കഴിഞ്ഞു, സാരമില്ല എന്ന് വെക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി നാം ആലോചിക്കേണ്ടത്, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും, എത്ര ബെറ്റർ ആയിട്ട് നമ്മൾ ജീവിച്ചാലും കുറച്ച് ആളുകൾക്ക് തൃപ്തിപ്പെടാനും കഴിയില്ല. ആ തൃപ്തിപ്പെടാത്ത ആളുകൾ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ, നമ്മളാണ് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തിപ്പെടേണ്ടത്. മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ജയപരാജയങ്ങളെ നാം തന്നെ അനുഭവിക്കുകയും ചെയ്യുക. അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ കരഗതമാക്കിക്കൊണ്ട് ഒരാൾക്കും ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നതാണ്. പലപ്പോഴും പല ആളുകൾക്കും പല രീതിയിലുള്ള കോൺസെപ്റ്റ് ആയിരിക്കും, പല രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും. അവർ ആ കാഴ്ചപ്പാടനുസരിച്ച് അതിനെ നോക്കുമ്പോൾ അവർക്ക് തൃപ്തിയായി തോന്നില്ല എന്ന് വരും, അവർ വിമർശിച്ചു എന്ന് വരും, അവരെ കുറ്റപ്പെടുത്തി എന്ന് വരും, അവരതിനനുസരിച്ച് പ്രതികരിച്ചു എന്ന് വരും. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും അവരുടെ പ്രതികരണവും എല്ലാം മുഖവിലക്കെടുക്കാതെ നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മളാണ് നമ്മളെ വിശ്വസിക്കേണ്ടതും, നമ്മളാണ് നമ്മളെ ഇഷ്ടപ്പെടേണ്ടതും എന്ന് മനസ്സിലാക്കി നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നത് മാത്രമാണ് ശരി. അല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്നലകളിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്, ഒരുപാട് ദുഃഖിച്ചിരുന്നിട്ടുണ്ട്, ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും ഇന്ന് എന്താണ് ആ കാര്യങ്ങളുടെ അവസ്ഥ എന്ന് നാം പഠിക്കുക. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇന്നലെ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ, കഴിഞ്ഞ ദിവസം നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഒരുപാട് വലിയ ടെൻഷൻ അടിച്ചു, എന്തോ ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പുറത്തിറങ്ങാതെ, നമ്മൾ ആരോടും സംസാരിക്കാതെ, ലജ്ജയോടെയൊക്കെ വീട്ടിലിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം മാറിയിട്ടില്ലേ? അതെല്ലാം പോയി. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ മറന്നു കളഞ്ഞു. ലോകം മറന്നു, മനുഷ്യർ മറന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം വന്നാൽ, ഏതെങ്കിലും ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം സംഭവിച്ചാൽ അത് നാമും മറക്കും, മറ്റുള്ളവരും മറക്കും. അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് നമ്മൾ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങളുടെ കാലയളവ് എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിൽ കൂടുതലൊന്നും ഇനിയും വരാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കുക. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം?
നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകപൂർവ്വം ചിന്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്നലകളിൽ നാം സങ്കടപ്പെട്ടത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പലതും ചെയ്യാതെ നമ്മൾ ബാക്കി വെച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പുറകോട്ട് പോകാൻ കാരണമായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എന്ത് ഗുണമാണ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സങ്കടത്തെ മാറ്റി നിർത്താൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടി നമ്മുടെ കൂടെ നിൽക്കും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡ്യൂട്ടി എന്നത് നമുക്ക് സുഖകരമായ, നമുക്ക് ഗുണകരമായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക എന്നതാണ്. അതുകൊണ്ട് ഗുണകരമാണോ എന്ന് ആലോചിക്കുക, ഗുണകരമല്ല എന്ന് കണ്ടെത്തി ടെൻഷനെ മാറ്റിവെച്ചുകൊണ്ട് ഗുണകരമായ കാര്യങ്ങളിൽ നാം മുഴുകുക. മറ്റൊന്ന് ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നതാണ്. ചിന്തകളെ മാറ്റുക. നമുക്കൊരു പ്രശ്നം വന്നാൽ, നമുക്കൊരു സങ്കടം വന്നാൽ, നമുക്കൊരു ദുഃഖം വന്നാൽ, ടെൻഷൻ വന്നാൽ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാതെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ എടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക. നല്ല ഒരു പുസ്തകം വായിക്കാൻ നമുക്ക് സമയം കണ്ടെത്താം, അല്ല എങ്കിൽ നല്ല മറ്റെന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ നാം സമയം കണ്ടെത്തുക, പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് ആ പുതിയ കാര്യത്തിലേക്ക് മാറുകയും നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ആ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഇല്ലാതാകുകയും ചെയ്യും. നമുക്കൊരു പക്ഷേ പുതിയ സ്കില്ല് പഠിച്ചത് കൊണ്ടോ പുതിയ ഭാഷ പഠിച്ചത് കൊണ്ടോ മറ്റൊരു ഗുണം കിട്ടിക്കൊള്ളണമെന്നോ ആ മേഖലയിൽ നമ്മൾ തിളങ്ങണമോ എന്നും ഇതിനർത്ഥമില്ല. നേരെ മറിച്ച് ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന, ഡിപ്രഷൻ അടിച്ച് റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പുതുതായ ഒന്നിലേക്ക് തിരിയുക, അല്ലെങ്കിൽ പുതിയ ഹോബി തുടങ്ങുക, പുതിയ ഒരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഹെൽത്തിനെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസുകളിൽ മുഴുകുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡോപ്പമിനെ പോലെയുള്ള നല്ല ഹോർമോണുകൾ നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഹാപ്പിനെസ്സും മറ്റും നമുക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒന്ന് ഫിറ്റായി നിൽക്കും. ഫിറ്റായ നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് നല്ല മനസ്സ്, ശക്തമായ മനസ്സ്, പോസിറ്റീവായ മനസ്സ് നിലനിൽക്കുന്നത്. റെഗുലറായി നാം എക്സസൈസുകൾ ചെയ്യുക. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. വീട്ടിൽ നിന്ന് സാധാരണ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം, സൈക്ലിംഗ് ആകാം, യോഗയാകാം, മെഡിറ്റേഷൻ ആകാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നാം മുഴുകുക. ആ സമയത്ത് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുടെ ഫലമായി നമ്മുടെ ഈ ഡിപ്രഷനും, നമ്മുടെ ഈ ടെൻഷനും, നമ്മുടെ ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടും. മറ്റൊന്ന്, നമ്മളെ സ്നേഹിക്കുക എന്നതാണ്. നമ്മളോട് സ്നേഹമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള ഈഗോസും കോംപ്ലക്സും ഫിയറുകളും ഒക്കെ വരുന്നത്. നമുക്ക് നമ്മളോട് സ്നേഹമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സങ്കടം വരുന്നത്. നാം നമ്മെ തന്നെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് വരുന്നത്, നമ്മളെ തന്നെ സ്വയം ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വരുന്നത്, അല്ല എങ്കിൽ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ചിന്തകളിലേക്കും നാം പോകുന്നത്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ബഹുമാനിക്കാൻ പഠിക്കുക, നമ്മളിൽ ആത്മാഭിമാനത്തെ ഉയർത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ്, നമ്മളെ ബഹുമാനിക്കുമ്പോഴാണ്, നമ്മുടെ ആത്മാഭിമാനം ഉയരുമ്പോഴാണ് മറ്റുള്ളവരിൽ നമ്മളിൽ സ്നേഹം കണ്ടെത്തുകയും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനം കണ്ടെത്തുകയും നമ്മളെ ബഹുമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിൽ നാം നമ്മെ തന്നെ ഇഷ്ടപ്പെടുകയും നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന, നമുക്ക് ബെനിഫിറ്റ് നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കുറച്ചു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രത്യേക കാര്യം പറയട്ടെ. ഇത്തരത്തിലുള്ള ടെൻഷനുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഡിപ്രഷനുകളുമെല്ലാം നാം അതിൻ്റെ മുളയിലെ തന്നെ നുള്ളിയില്ല എങ്കിൽ അത് നമുക്ക് മാനസികമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും. ആവശ്യമായ ഘട്ടത്തിൽ സാധ്യമായിട്ടുള്ള സഹായങ്ങൾ തേടാൻ നാം ശ്രമിക്കുക. നല്ലൊരു ഡോക്ടറെ കാണാം, സൈക്കോളജിസ്റ്റിനെ കാണാം, കൗൺസിലിംഗ് എടുക്കാം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ചെയ്താൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ, മാനസികമായി തകരാതെ നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ആവശ്യമായ സാഹചര്യങ്ങളിൽ ഹെൽപ്പ് തേടാൻ, സഹായം അഭ്യർത്ഥിക്കാൻ നാം മടിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സന്തോഷകരമായിട്ടുള്ള, ഹാപ്പിനെസ് ഉള്ള, പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു മൈൻഡ് സെറ്റ് രൂപീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.